ഈ കഴിഞ്ഞ ദിവസം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബുക്ക് വാങ്ങുവാനിടയായി. ആ ബുക്കിന്റെ പേരാണ് സ്ട്രോങ് മദേഴ്സ് സ്ട്രോങ് സൺസ്. ഈ ബുക്കാണ്. ഇത് എഴുതിയിരിക്കുന്നത് മെഗ് മേക്കർ എന്ന് പറഞ്ഞൊരു ഡോക്ടറാണ്, ഒരു പീഡിയാട്രീഷ്യനാണ്, അതുപോലെ തന്നെ ഒരു ടീൻ കൗൺസിലറാണ്. അനേകം കുട്ടികളെയും പേരൻസിനെയൊക്കെ കൗൺസിൽ ചെയ്യുന്നു, അവരുടെ കൂടെ വർക്കൗട്ട് ചെയ്യുന്ന ഒരു നല്ലൊരു ഡോക്ടറാണ്. വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. ഇത് വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ പല സ്ഥലങ്ങളിൽ നമ്മൾ പോസ് ചെയ്ത് റിഫ്ലക്ട് ചെയ്യും. അപ്പൊ അതിലെ ആദ്യ ഭാഗത്ത് തന്നെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഞാൻ പല റിസർച്ചുകളും പറയുന്നത് ഒരു ആൺകുട്ടിയെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഷുവറസ്റ്റ് ആയിട്ടുള്ളൊരു മാർഗം എന്ന് പറഞ്ഞാൽ ആ ആൺകുട്ടിയുടെ മേൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ആ വ്യക്തിയെ ഹെൽപ്പ് ചെയ്യുക എന്നതിലൂടെയാണ് എന്നുള്ളൊരു കാര്യമാണ്. ഫോർ മില്യൺസ് ഓഫ് ബോയ്സ് ഇറ്റ്സ് ദെയർ മോം. അത് പല ആൺകുട്ടികൾക്കും അവരെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന വ്യക്തി അവരുടെ അമ്മ തന്നെയാണ്. അപ്പൊ ആ അമ്മയെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് വഴി നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് ആ ആൺകുട്ടിയെയും കൂടെ ഹെൽപ്പ് ചെയ്യുകയാണ് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു സ്റ്റഡീസിന്റെ കണ്ടെത്തലുകൾ എത്ര ഒരു റെലവന്റ് ആണെന്നുള്ളൊരു കാര്യം. കാരണം നമ്മുടെയൊക്കെ സൊസൈറ്റിയിൽ പലപ്പോഴും അമ്മമാരുടെ സ്വാധീനം ഭയങ്കരമായിട്ടുണ്ട്. അത് പല കാര്യങ്ങൾ 2-3 കാര്യങ്ങളിലാണ്. അതായത് സ്നേഹം പ്രകടിപ്പിക്കാൻ, അല്ലെങ്കിൽ ചിലരെ സംബന്ധിച്ച് ഭയങ്കര ദേഷ്യം പ്രകടിപ്പിക്കാനൊക്കെ ഉള്ളൊരു ഒരു മീഡിയം ആയിട്ട് മാറ്റാറുണ്ട്. എന്നാൽ ഈ ആൺകുട്ടികളെ സംബന്ധിച്ച് പലപ്പോഴും ഇമോഷണൽ എക്സ്പ്രഷൻസ് കുറവാണ്. മെയിൻ ആയിട്ട് പറയുമ്പോൾ അവർക്ക് ഒരു വിഷമം വന്നാൽ, ഒരു സങ്കടം വന്നാൽ ഒരു അമ്മയുടെ അടുത്ത് പോയിട്ട് ഷെയർ ചെയ്ത് അതിൽ നിന്നൊരു റിലീഫ് നേടുന്നത് വളരെ കുറവ് ആൾക്കാരാണ്. കാരണം ഇവർ പറയും അമ്മയ്ക്ക് വിഷമാവും, അമ്മയെ വിഷമിപ്പിക്കരുത്, അമ്മയ്ക്ക് കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഡൗൺ ആയി പോകും എന്ന് പറഞ്ഞ് പലപ്പോഴും അമ്മമാരോട് വിഷമമുള്ള കാര്യങ്ങൾ പലരും പറയാത്തൊരു ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ളപ്പം ഈ ഒരു കാര്യം കൂടെ അവർക്കൊരു ഇമോഷണൽ ഫ്രീഡം, എക്സ്പ്രഷനുള്ള ഒരു ഫ്രീഡം കിട്ടണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അമ്മമാരും ഇമോഷണലി മെന്റലി സ്ട്രോങ് ആകുക എന്നുള്ളൊരു കാര്യമാണ്. പല കേസസിലും ഉണ്ടാകാറില്ല. കാരണം ഈ അമ്മമാർ ഭയങ്കര മെന്റലി ഇമോഷണലി പലപ്പോഴും ടയേർഡാണ്. പലപ്പോഴും അവർക്ക് ഒത്തിരി വിഷമങ്ങൾ കാണും, അവർ ഉള്ളിൽ ഒതുക്കി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ചിലപ്പോൾ തുറന്നു പറയാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ഓപ്പണായിട്ട് ഷെയർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് അവരുടെ മാത്രം ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ അവരെന്നെ ഹാൻഡിൽ ചെയ്യണം, ഇതൊക്കെ നോർമൽ ആണെന്നൊക്കെ പറഞ്ഞ് അവരുടെ വിഷമങ്ങളെയും പ്രശ്നങ്ങളെയും ഫിസിക്കൽ ഇഷ്യൂസിനെ വരെ പലപ്പോഴും നോർമലൈസ് ചെയ്യുന്നത് വഴി അവരൊരിക്കലും ഇമോഷണലി സ്ട്രോങ് ആയി വരില്ല. അവർ മെന്റലി എപ്പോഴും ഡ്രെയിൻഡ് ആയിരിക്കും. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ പലപ്പോഴും നമുക്ക് സ്നേഹപ്രകടനങ്ങളോ അല്ലെങ്കിൽ ദേഷ്യമോ ഒക്കെ പ്രകടിപ്പിക്കാനായിട്ടുള്ളൊരു മീഡിയം എന്നതിലുപരിയായിട്ട് നമ്മുടെ വിഷമങ്ങൾ ഷെയർ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ ഒന്ന് ചെന്ന് ഷെയർ ചെയ്ത് ഓപ്പണായിട്ടൊന്ന് ഷെയർ ചെയ്ത് അതിനൊന്നുള്ള റിലീഫ് നേടാൻ വേണ്ടിയുള്ള ഒരു വ്യക്തിയായിട്ട് നമ്മൾ പലപ്പോഴും അമ്മമാരെ കാണാറില്ല എന്നുള്ളൊരു കാര്യം. അപ്പൊ അമ്മമാരുടെ ഇമോഷണൽ മച്യൂരിറ്റി, അതുപോലെ തന്നെ മെന്റൽ ഹെൽത്ത് വെരി മച്ച് ഇമ്പോർട്ടന്റ്. അവരുടെ ഇഷ്യൂസും പലപ്പോഴും വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണെന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ട റിലാക്സേഷൻ കൊടുക്കാൻ, അവർക്ക് വേണ്ട ഫ്രീ ടൈം കൊടുക്കാൻ, അവർക്ക് സന്തോഷിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ ഒരുക്കി കൊടുക്കാനൊക്കെ നമ്മൾ ഫാമിലി ആയിട്ടുള്ള എല്ലാവരും, ഫാമിലിയിലുള്ളവരും കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നവരൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളൊരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. പലപ്പോഴും നമ്മുടെ സൊസൈറ്റിയിലൊക്കെ ആൺകുട്ടികൾ പലപ്പോഴും ഇമോഷണൽ എക്സ്പ്രഷൻ ഇല്ലാതെ ആണ് വളർന്നു വരുന്നത്. അപ്പം അമ്മമാരുടെ അടുത്ത് ചെന്ന് ധൈര്യമായിട്ട് അവരുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്തൊന്ന് കരയാൻ പോലും ഒരു സ്വാതന്ത്ര്യമുണ്ട് എങ്കിൽ പലപ്പോഴും അവരുടെ ഇമോഷൻസിനെ മാനേജ് ചെയ്യാനായിട്ടുള്ള ഹെൽപ്പ് കിട്ടുന്നത് തന്നെ നമ്മുടെ ഈ അമ്മമാരിൽ തന്നെയായിരിക്കും. അപ്പോൾ അമ്മമാർ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുക. നമ്മുടെ ഇമോഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മുടെ മെന്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ഇംപ്രൂവ് ചെയ്യിപ്പിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾക്ക് ഉണ്ടാകുകയാണെങ്കിൽ, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുകയാണെങ്കിൽ അപ്പം നമ്മുടെ മക്കളും വളരെ സ്ട്രോങ് ആയിട്ട്, നമ്മുടെ ആൺകുട്ടികളും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആൺകുട്ടികളായി മാറുന്നത് കാണാൻ സാധിക്കും. സ്ട്രോങ് മദേഴ്സിന്റെ സ്ട്രോങ് ബോയ്സ് ആയിട്ട് തന്നെ അവർ വളർന്നു വരുന്നത് കാണാൻ സാധിക്കും. താങ്ക് യു.